കാനഡയിൽ പുതിയ ജാമ്യ പരിഷ്കരണ ബിൽ അടുത്താഴ്ച അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രഖ്യാപിച്ചു. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ഹിംസാത്മകവും ആവർത്തവുമായ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. ജാമ്യത്തിൽ കർശന നിയന്ത്രണം. കാർ ജാക്കിംഗ്, വീടുകയറ്റം, മനുഷ്യക്കടത്ത്, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയിൽ പ്രതിയായവർക്ക് ഇനി ജാമ്യം ലഭിക്കുന്നത് കൂടുതൽ കർശനമാകും. ബില്ലിലെ പ്രധാന ഭേദഗതികൾ: ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് റിവേഴ്സ് ഓളസ് ജാമ്യം, ഒന്നിലധികം കുറ്റകൃത്യങ്ങൾക്ക് തുടർച്ചയായ ശിക്ഷാവിധി, ലൈംഗിക കുറ്റങ്ങൾക്കുള്ള കണ്ടീഷണൽ ശിക്ഷയ്ക്ക് നിയന്ത്രണം, സംഘടിത റീറ്റെയിൽ മോഷണങ്ങൾക്ക് കർശന ശിക്ഷകൾ, RCMPക്ക് ശക്തിവർദ്ധനം. ഫെഡറൽ സർക്കാർ RCMPക്കായി വൺ ഫണ്ടിംഗ് പ്രഖ്യാപിച്ചു. പുതിയ 1000 പോലീസുകാരെ നിയമിക്കും. 4 വർഷത്തിനുള്ളിൽ $1.8 ബില്യൺ ചിലവിടും. കാഡറ്റ് അലവൻസ് ആഴ്ചയിൽ $1000 ഉയർത്തും. സംഘൃത കുറ്റകൃത്യങ്ങൾ, മണി ലോണ്ടറിംഗ്, ഓൺലൈൻ തട്ടിപ്പ് എന്നിവ കൈകാര്യം ചെയ്യാൻ 150 അധിക ഉദ്യോഗസ്ഥർ നിയോഗിക്കും. സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലം: ജാമ്യത്തിൽ പുറത്തിറങ്ങി ആവർത്തിച്ചു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ച് പ്രവിശ്യാ മുഖ്യമന്ത്രിമാരും പോലീസും പ്രതിപക്ഷ കക്ഷികളും അടിക്കടി ആശങ്ക ഉന്നയിച്ചു വരികയാണ്. ഈ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടികൾ വേഗത്തിലാക്കിയത്. ഒഫീഷ്യൽ അവതരണം: ഈ മാറ്റങ്ങൾ അടങ്ങിയ ബജറ്റ് നവംബർ 4-ന് പാർലമെന്റിൽ അവതരിപ്പിക്കും.